പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിൽ എത്തി. RSS ആസ്ഥാനം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി വർഷപ്രതിപദ ദിനത്തിൽ സംഘ സ്ഥാപകൻ ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ഇനി മാധവ നേത്രാലയ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിക്കും. ഇപ്പോൾ അദ്ദേഹം RSS ആസ്ഥാനത്തു നിന്ന് ദീക്ഷാ ഭൂമിയിലേക്ക് പോയിരിക്കുകയാണ്. ഡോക്ടർ BR അംബേദ്കർ സ്ഥാപിച്ച ദീക്ഷാ ഭൂമിയിൽ പുഷ്പാർച്ചനയ്ക്കായി പ്രധാനമന്ത്രി പോയ കാഴ്ചയാണ് നാം ഏറ്റവും ഒടുവിൽ തത്സമയം കണ്ടത്. പലതുകൊണ്ടും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്ന് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് രാഷ്ട്രീയ സ്വയംസേവക് സംഘം 100 വർഷം മുമ്പ് സ്ഥാപിച്ച ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറിൻ്റെ ജയന്തി ദിവസമാണ്. ഈ ദിവസമാണ് പ്രധാനമന്ത്രിയായി നരേന്ദ്ര ദാമോദർദാസ് മോദി ഈ ആസ്ഥാനത്തേക്ക് ആദ്യമായി കടന്നു വരുന്നത്. പ്രചാരകനായി പലവട്ടം കടന്നു വന്നിട്ടുള്ള മന്ദിരത്തിലേക്ക് പ്രധാന സേവകനായി അദ്ദേഹം കടന്നു വരുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ഈ ദിവസത്ത് സർസംഘചാലകനും സർക്കാർ വാഹനത്തിനൊപ്പം അദ്ദേഹം അവിടെ സ്മൃതി മന്ദിരങ്ങളിൽ പുഷ്പാർച്ചന നടത്തി അതിനുശേഷമാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. ചരിത്രം നിറയുന്ന, ചരിത്രം സ്ഫുരിക്കുന്ന, ചരിത്രം രചിക്കപ്പെടുന്ന ഈ ദിനത്തിൽ ജനം TVക്ക് വേണ്ടി ഗൗതം അനന്തനാരായണൻ നാഗ്പൂരിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ഗൗതം, ആവേശവും അഭിമാനവും സ്ഫുരിക്കുന്ന നിമിഷങ്ങൾ, ഒപ്പം നന്ദിയുടെ, കൃതജ്ഞതയുടെ, ഈ രാഷ്ട്രത്തെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാതെ ഒന്നായി പിടിച്ചു നിർത്തി ഭാരതം എന്ന ചിന്ത, ഭാരതീയൻ എന്ന ചിന്ത, ഭാരതീയത എന്ന സംസ്കാരം യുവനിരയിൽ ഉണർത്തി കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തിൻ്റെ 100ാം വർഷത്തിൽ ആവർത്തിച്ച് നാം പറയേണ്ടി വരും ഇതിൻ്റെ പ്രസക്തി എന്താണ്. ഈ പ്രസ്ഥാനമുള്ളത് കൊണ്ടാണ് ഈ രാഷ്ട്രം രാഷ്ട്രമായി നിലനിൽക്കുന്നത് എന്ന്. ഗൗതം. പ്രദീപിള്ള, തീർച്ചയായിട്ടും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് പൊതുസമൂഹം തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ്. സംഘം അതിൻ്റെ ശതാബ്ദി വർഷത്തിലേക്ക് കടന്നു പോകുന്ന ഈ കാലഘട്ടം രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്തിനു വേണ്ടി രൂപപ്പെട്ടു, അല്ലെങ്കിൽ എങ്ങനെ ഇത് ഭാരതത്തിൻ്റെ സംഘടനയായി, അതായത് പൊതുവെ സംഘത്തെപ്പറ്റി പറയുന്നത് ഭാരതത്തിലെ സംഘടനയല്ല, ഭാരതത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്, ഇത് ഭാരതത്തിൻ്റെ സംഘടനയാണ്, സമൂഹത്തിൻ്റെ സംഘടനയാണ് എന്നാണ് പൊതുവെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെപ്പറ്റി പറയുന്നത്. അതിനാൽ സംഘം അതിൻ്റെ ശതാബ്ദി പൂർത്തീകരണ വർഷത്തിലെ പ്രവർത്തനങ്ങളെയൊക്കെ തുടങ്ങുന്ന ഘട്ടത്തിൽ, വരുന്ന ഒക്ടോബർ മാസത്തിൽ അതിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ പൊതുസമൂഹം സംഘം എന്തിനു വേണ്ടി രൂപപ്പെട്ടു, അല്ലെങ്കിൽ സംഘത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ പ്രസക്തി എന്താണെന്ന് പൊതുസമൂഹം മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ സംഘശാഖകളുടെ കണക്കുകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ എല്ലാ മേഖലകളിലും സംഘത്തിന് കടന്നു ചെല്ലാൻ കഴിയുന്നു. അതായത് ഒരു കാലഘട്ടത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലോ ജമ്മു കശ്മീരിലോ ഒക്കെ സംഘപ്രവർത്തനം വളരെ ദുർഘടമായിരുന്നു. നമുക്കറിയാം, കേരളത്തിൽ നിന്നുള്ള പ്രചാരകന്മാർ വരെ അസാമിലൊക്കെ ഉൾഫയുടെയൊക്കെ ആക്രമണത്തിൽ സ്വന്തം ജീവിതം ബലിദാനം നൽകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജമ്മു കശ്മീരിൽ എത്രയോ പ്രചാരകന്മാർ മരണപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിൽ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ സംഘത്തിന് കടന്നു ചെല്ലാൻ വളരെ ദുഷ്കരമായിരുന്നു എന്ന് കണക്കാക്കപ്പെട്ടിരുന്ന സ്ഥലങ്ങളിൽ പോലും സംഘത്തിൻ്റെ പ്രവർത്തനം ഇന്ന് അതിഗംഭീരമായി നടക്കുന്നു, ശാഖകൾ നടക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ റേഷൻ ബാഗിലെ ആസ്ഥാനത്തിനകത്തുകൂടിയാണ് നടക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം, ഇതാണ് ഈ പവിത്രമായ സ്മൃതി മന്ദിരം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സ്ഥാപകൻ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാറിൻ്റെയും അതുപോലെ തന്നെ ഗുരുജി ഗോൾവാൾക്കർ, ഒരാളാണ് ഈ സംഘടനയെ സ്ഥാപിച്ചതെങ്കിൽ മറ്റൊരാൾ ഈ സംഘടനയെ വ്യാപിപ്പിച്ച വ്യക്തിയാണ്. അങ്ങനെ രണ്ട് മഹത് വ്യക്തികളുടെ സ്മൃതി മണ്ഡപങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി കാണിക്കുന്നത്. ഇവിടെയാണ് അല്പസമയം മുമ്പ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തത്. അദ്ദേഹത്തെ വരവേൽക്കുന്നതിനായും അതോടൊപ്പം തന്നെ ഇന്ന് വർഷപ്രതിപദയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഒരു യുഗാബ്ദം, അതായത് ഹൈന്ദവ കാലഘടന അനുസരിച്ചുള്ള ഒരു കലണ്ടർ ഇന്ന് തുടങ്ങുകയാണ്. യുഗാബ്ദം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം തുടങ്ങുന്ന കലണ്ടറാണ്. അതിൻ്റെ 5126 വർഷം പൂർത്തീകരിച്ച് 5127 വർഷത്തിലേക്ക് കടക്കുന്നു. അതായത് ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ഇത് 2025 വർഷമാണെങ്കിൽ, നമ്മുടെ ഭാരതത്തിൻ്റെ തനതായ യുഗാബ്ദം അടിസ്ഥാനമാക്കുകയാണെങ്കിൽ ഇത് 5127 വർഷത്തിനാണ് ഇന്നിപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു പവിത്രമായ ദിനത്തിലാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സ്ഥാപകൻ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ ജനിച്ചത്. അതാണ് അദ്ദേഹത്തിൻ്റെ സ്മൃതി മന്ദിരത്തിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെയാണ് അല്പസമയം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. ഇവിടെല്ലാം ഈ പ്രത്യേക
എഴുത്തുകളൊക്കെ എഴുതി അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നത് കാണാം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിൻ്റെ ഈ പ്രധാനപ്പെട്ട സ്മൃതി മണ്ഡപമാണ്. ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് എത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തത്. ഇവിടെയാണ് ഡോക്ടർ ജിയെ 1940 അദ്ദേഹം മരണപ്പെടുന്നതിന് ശേഷം, അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്മൃതി മന്ദിരം ഒരുക്കുന്നതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇവിടെ സംസ്കരിക്കുകയും അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം ഇവിടെ സ്വയം സേവകർ ഒരുക്കുകയും ചെയ്തു.